ഞാൻ KM ബഷീർ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് എന്ന ഒരു പ്രദേശത്തിലാണ്. ഗൾഫ് വ്യവസായി VP മുഹമ്മദ് അലി നമ്മുടെ ആത്മസുഹൃത്താണ്. അദ്ദേഹത്തെ ഡിസംബർ 6-ാം തീയതി വൈകുന്നേരം തട്ടിക്കൊണ്ടുപോകുന്നത് ഈ സ്പോട്ടിൽ വെച്ചാണ്. ഇതാ ഈ ഒരു ചെറിയ പാലം, ഈ ഏരിയയിൽ വെച്ചാണ് അദ്ദേഹത്തെ ഫൈസൽ ബാബു എന്ന ഗുണ്ടാ നേതാവിൻ്റെ നേതൃത്വത്തിൽ കൊട്ടേഷൻ സംഘം തട്ടി കൊണ്ടുപോകുന്നത്. ഈ സ്പോട്ടിൽ വെച്ച് വിശാലമായ റോഡ്, അത്യാവശ്യം വാഹനങ്ങൾ കടന്നു പോകുന്നു. ജനസാന്ദ്രത വളരെ കുറവാണ് ഇവിടെ. കാരണം വിശാലമായ പാടങ്ങളാണ് ഇരുവശങ്ങളിലും, ഇടതുഭാഗത്തും വലതുഭാഗത്തും. ഇനി ഞങ്ങൾ അടുത്ത് പോകുന്നത് അദ്ദേഹത്തെ ഇവിടെ നിന്ന് തട്ടി കൊണ്ടുപോയി ഒരു രഹസ്യ സംഘത്തിൽ ഒളിപ്പിച്ച ഫൈസൽ ബാബുവിൻ്റെ ഒരു വീടുണ്ട്. അത് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുത്ത ഒരു കൊച്ചുകൂരയാണ്. അദ്ദേഹത്തെ ഈ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുവന്ന് ഈ ഒളിസങ്കേതം, ഈ ഫൈസൽ ബാബു എന്ന ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു പ്രമാണി എന്നൊക്കെ കേൾക്കുന്നത്, അവൻ്റെ വീടാണിത്. ഇപ്പോൾ കുടുംബത്തിന് വീടില്ല. ഭാര്യയും 3 മക്കളും അവളെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഈ വീട്ടിലാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി താമസിപ്പിച്ച് തോക്ക് ചൂണ്ടി മുഖത്ത് മുറിക്കുക, കത്തിയും ഇരുമ്പ് വാളും ഇരുമ്പ് പടിയൊക്കെ കൊണ്ട് മർദ്ദിച്ച് അവശനാക്കിയത് ഈ വീട്ടിൽ വെച്ചാണ്. ഇതിപ്പോൾ പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രക്ഷപ്പെട്ട് അഭയം പ്രാപിച്ച വീട് ഏതായിരുന്നു? അത് ഈ കനാൽ റോഡിന്, ഇത് കനാലാണ്. ഈ കനാലിൽ നേരെ പോയി കഴിഞ്ഞാൽ കുറച്ചാണ്ട് എത്തിക്കഴിഞ്ഞാൽ താഴത്തേക്ക് ഒരു വീടുണ്ട്. കുറെ നടക്കാൻ പറ്റുമോ? കുറച്ചാണ്ട് പോകണം. അങ്ങനെ JNH മുഹമ്മദ് അലി സാഹിബ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയ ഒളിസംഘം നമ്മൾ കണ്ടു. അവിടുന്ന് പാതിരാക്ക് 1 മണിക്ക് ശേഷമാണെന്ന് പറയുന്നു ഓടി രക്ഷപ്പെട്ട് ആദ്യം അഭയം പ്രാപിച്ച വീടാണ് കാണുന്നത്. ആ വീട്ടിൽ അദ്ദേഹം എത്തിയപ്പോൾ വീട്ടുകാരൊക്കെ പേടിച്ചു. രക്തത്തിൽ കൊള്ളിച്ച വസ്ത്രവും കീറിയ ബനിയനൊക്കെ ആയിട്ടാണ് അവിടെ എത്തിയത്. അവിടുന്ന് പുലർച്ചെ ബാങ്ക് കേട്ടപ്പോൾ തൊട്ടടുത്ത് പള്ളിയുണ്ട്. ആ ബാങ്കിന്റെ ദിശ കേട്ട് അവിടുന്ന് ഏതൊരു ചെരുപ്പ് കൊടുത്ത്, ആദ്യം ചെരുപ്പില്ലാതെ തന്നെയാണ് വന്നത്. അവിടുന്ന് ആരും ഒരു ചെരുപ്പ് ഇട്ടിട്ടാണ് പള്ളിയിലേക്ക് പോയത്. തുടരും. ഞങ്ങളിപ്പോൾ ഉള്ളത് കോതകുറിശി കുണ്ടടി ഭാഗത്ത് പള്ളിയുടെ മുമ്പിലാണ്. പ്രവാസി വ്യവസായിയായ VP മുഹമ്മദ് അലിയെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയിരുന്നു കഴിഞ്ഞ ഡിസംബർ 6-ന്. ഇവിടെ അടുത്തുള്ളൊരു വീട്ടിലാണ്, ഒരു ഒളിസങ്കേതമായ ഒരു വീട്ടിലാണ് അദ്ദേഹത്തെ താമസിപ്പിച്ചത്. അവിടെ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഈ പള്ളിയിലായിരുന്നു മുഹമ്മദ് അലി എത്തിയത്. അദ്ദേഹം എത്തിയതിനു ശേഷം രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി നേതൃത്വം നൽകിയ പള്ളി ഭാരവാഹികളും ഉസ്താദുമാരും അതുപോലെ നാട്ടുകാരുണ്ട്. അതിലൊരു പ്രധാനിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. എന്ന് പേര് പറഞ്ഞിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അലി. ഞാൻ മാത്രമല്ല, എൻ്റെ മെയിനായിട്ട് നമ്മളെ ഈ പള്ളിക്കത്തെ ഉസ്താദാണ്. ഉസ്താദ് ഉണ്ടാകൊണ്ടാണ് മുഹമ്മദ് അലിഖാനെ നമുക്ക് അങ്ങനെ തിരിച്ചു കിട്ടിയത്. അപ്പോൾ മുഹമ്മദ് അലിക്ക ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ കനാലുണ്ട്, അവിടെ താഴത്തൊരു വീടുണ്ട്, അവിടെ അഭയം പ്രാപിച്ച് ഒരു സുബൈ വാങ്ങുകൊടുക്കണം അവിടെ ഇരുന്നു. അല്ല, ഇത് ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ഗുണ്ടകളെ കയ്യിൽ നിന്ന് എത്ര മണിക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്? ഗുണ്ടകളെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 12-1 മണിക്ക് അദ്ദേഹം ചാടിയിട്ടുണ്ട്. അപ്പൊ 6:30 മണിക്ക് പിടിച്ചു. അപ്പോൾ ഒരു 12 മണിക്ക് രക്ഷപ്പെട്ടു. 12 ഒരു 1-1.5 മണിക്കൂർ ചാടിയിട്ടുണ്ട്. അങ്ങനെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരു നല്ലോണം മദ്യപിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിവില്ലുള്ളത്. അപ്പോ ഓമാലിക്ക് അങ്ങനെ വന്ന് കനാലിലൂടെ ഓടി, അദ്ദേഹത്തിന് നാട് പരിചയമില്ല. അങ്ങനെ ഓടി ഒരു താഴത്തൊരു വീട് കണ്ടപ്പോ അവിടെ കയറിയിരുന്ന് സുബൈ ബാങ്ക് കൊടുക്കണം കാത്തിരുന്ന്. സുബൈ ബാങ്ക് കൂടി കേട്ടപ്പോഴാണ് 1:30 മണി മുതൽ സുബൈ ബാങ്ക് ബാങ്ക് കൊടുത്തപ്പോഴാണ് മോമാലിക്ക് മനസ്സിലായി ഇവിടെ ഒരു പള്ളി എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് കിട്ടിയ ചെരുപ്പ് കൊടുത്തിട്ട് കീറി പറഞ്ഞ ഡ്രസ്സുമേ ചോര പുരണ്ട് ഇതാ ഇവിടെ വന്നു. ഈ പള്ളിയിൽ നമ്മുടെ ഉസ്താദിന്റെ അടുത്ത് വന്ന് അഭയം തേടി. ഉസ്താദ് വീടും ഈ പള്ളിയും തമ്മിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? ഇല്ല, ഒരു 200-250 മീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. അഭയം പ്രാപിച്ച വീട്. അഭയം പ്രാപിച്ച വീട് തന്നെ. മറ്റേ വീട് 350-400 മീറ്ററോളം വ്യത്യാസമുണ്ട്. അപ്പോ ഉസ്താദ് ഇവിടെ പിടിച്ചിരുത്തി സുബൈക്ക് വന്ന എല്ലാരും കൂടി ഞങ്ങളെല്ലാരും വിളിച്ചു വരുത്തി. ഞങ്ങൾ മുഹമ്മദ് കെയർ ചെയ്ത് അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അതിന് പുറമെ ക്രൈം ബ്രാഞ്ചുകാരെ വിളിച്ച് ഷൊർണൂരിൽ DYSP സാർ വന്ന്. അപ്പോൾ മുഹമ്മദ് പോകാൻ കൂട്ടാക്കുന്നില്ല, ഒറ്റയ്ക്ക് ഞാൻ വരില്ല, പേടിയാണ് സാറ്. അങ്ങനെ ഞാനും
എൻ്റെ സഹോദരങ്ങളും അതുപോലെ നമ്മുടെ നാട്ടുകാരൊക്കെ കൂടെ കൂടിയിട്ട് പി കെ ദാസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ മുഹമ്മദ് ബന്ധുക്കൾ വന്ന്, അന്യന്മാര് അവരൊക്കെ വന്ന്, ബാക്കിയുള്ള പോലീസുകാർ വന്ന്, പിന്നെ പോലീസുകാരെ കൂടെ നമ്മൾ ഇവിടെ വന്ന് മുഹമ്മദ് ആദ്യം പറഞ്ഞ ഒറ്റപ്പെട്ട ഒരു വീടാണ്, ഓട് വീടാണെന്നാണ്. അങ്ങനെ നമ്മളെ നാട്ടിലുള്ള ഓട് വീടുകളൊക്കെ ഒറ്റപ്പെട്ട വീട്ടിലൊക്കെ താമസമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഫുള്ള് സെർച്ച് ചെയ്തു. അപ്പോഴൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല ഇന്ന ആളാണ് ഇന്ന വീടാണെന്നൊന്നും. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെയാണ് അറിയുന്നത് ഇന്ന ആളാണ് ഇവരാണ്. ആ വീടിന്റെ ഉടമ എന്തായിരുന്നു പേര്? എന്റെ പേര് ഫൈസൽ ബാബു. ഫൈസൽ ബാബു. ഈ നാട്ടിൽ അദ്ദേഹം ഇങ്ങനെ ഈ കൊട്ടേഷൻ കൊള്ള ഇല്ല അങ്ങനെ നമ്മളെ അറിവിലില്ല. അങ്ങനെ അങ്ങനെ വലിയ പ്രശ്നക്കാരൊന്നും അല്ല അവര്. ഞങ്ങൾ വീണ്ടും മുഹമ്മദ് ഖാനെ താമസിച്ച ഒളിസങ്കേതത്തിന്റെ മുമ്പിലെത്തി. അപ്പോൾ ഒരു പ്രത്യേക അനുഭവം. ഈ വീട്ടിന് മുമ്പിലെത്തിയപ്പോൾ ഇത് ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പേരെന്താ? ഇബ്രാഹിം. ഇദ്ദേഹം ജിദ്ദയിലായിരുന്നു. മുഹമ്മദ് സാഹിബിനെ നന്നായിട്ട് അറിയുന്ന ആളാണ്. അദ്ദേഹത്തെ നന്നായിട്ട് അറിയുന്നു. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് പോകുന്ന ആളുകൾ കൂടിയത്. ഇവരെ നേരെ മുമ്പിലാണ് മൂപ്പറെ പീഡിപ്പിച്ചതും തോക്ക് കൊണ്ട് ആക്രമിച്ചതും എല്ലാം ഈ വീട്. അപ്പം അതിന് നേരെ മുമ്പിൽ ജയൻ വെച്ചിനെ അറിയുന്ന ഒരാളെ കിട്ടിയത് കൊണ്ട് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇതിൽ പറയാനുണ്ടോ? ബാബുവിനെ പറ്റി ഇല്ല അല്ലേ? STUവിന്റെ ആളാന്ന് പറഞ്ഞു. ലീഗ് നേതൃത്വത്തിലുള്ള സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ അറിയപ്പെടുന്ന വീണ്ടും കാണാം. ഇങ്ങനെ ഇതുപോലെ ഏതെങ്കിലും ഒരു അവസരത്തിൽ വെച്ച് കാണാം. ഞാൻ KM ബഷീർ, മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ പ്രസിഡന്റ്. താങ്ക് യു.